ആന്റോ ആന്റണിക്ക് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി കേട്ടിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം. KPCC പ്രസിഡന്റ് ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ആന്റോ ആന്റണി MP. താൻ KPCC അധ്യക്ഷനാകുമെന്ന വിവരം ലഭിച്ചിട്ടില്ല. കോൺഗ്രസിനെ ധീരമായി നയിക്കുന്ന നേതാവാണ് കെ സുധാകരൻ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും ആന്റോ ആന്റണി MP റിപ്പോർട്ടറിനോട് പറഞ്ഞു. പത്തനംതിട്ട MP ആന്റോ ആന്റണിയാണ് നമ്മോടൊപ്പം ഉള്ളത്. KPCC അധ്യക്ഷനായേക്കുമെന്ന് വാർത്തകൾ വരുന്നു. ഇല്ല, എനിക്കങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അതെല്ലാം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. എനിക്കത് സംബന്ധമായിട്ട് ഒരു അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. സഭാ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടോ ഇക്കാര്യത്തിൽ? ഇല്ല, ഇല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ പാർട്ടിയല്ലേ. എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒരുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എപ്പോഴും കോൺഗ്രസ് അധ്യക്ഷൻ്റെയാണ്. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇല്ല, ഒരാവശ്യമില്ല. കാരണം കോൺഗ്രസിനെ ധീരമായി നയിക്കുന്ന നല്ലൊരു നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞങ്ങൾക്കെല്ലാം വലിയ ആദരവും മതിപ്പുമാണുള്ളത്. അദ്ദേഹത്തിന് മാറാൻ താല്പര്യമില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. അറിയില്ല, എനിക്കതേക്കുറിച്ച് അറിയില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് ആന്റോ ആന്റണി MP വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. തിരികെ വീണ്ടും റോഷിപാലിലേക്ക്. റോഷിപാൽ, ആന്റോ ആന്റണിക്കുള്ള സാധ്യതയെപ്പറ്റി നമ്മൾ കുറച്ച് ദിവസങ്ങളല്ല മാസങ്ങൾക്ക് മുൻപ് തന്നെ റോഷിപാൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. അന്തിമമായി നടക്കുന്ന ചർച്ചകൾ, പ്രത്യേകിച്ചും KC വേണുഗോപാലൊക്കെ തിരുവനന്തപുരത്തുണ്ടല്ലോ, അന്തിമമായി നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് റോഷിപാൽ? സുജയപാർവതി, നേരത്തെ തന്നെ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഏതാണ്ട് ജനുവരി മുതൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ KPCC പുനഃസംഘടന ആലോചിച്ചതാണ്. ഹൈക്കമാൻഡ് പ്രതിനിധിയായി ദീപാദാസ് മുൻഷി സംസ്ഥാനത്ത് നേതാക്കളുമായൊക്കെ ആലോചന നടത്തി. പക്ഷേ പലപ്പോഴും പുനഃസംഘടനാ നേതൃമാറ്റത്തിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കെ സുധാകരനെ അനുകൂലിക്കുന്നവർ കടുത്ത എതിർപ്പ് ഉയർത്തി. അത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്തു. സുധാകരനെ അനുനയിപ്പിക്കാതെ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്തു. പക്ഷേ ഇത് ഏറെ വൈകിപ്പോയി. കാരണം ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരുക്കങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. നമുക്കറിയാം KPCC അധ്യക്ഷൻ വരികയും വൈസ് പ്രസിഡന്റുമാരും ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായെങ്കിലും KPCC പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാൻ കഴിഞ്ഞ 3 വർഷക്കാലം കഴിഞ്ഞിരുന്നില്ല. അത് AICCയുടെ ചില നിലപാടുകളാണെന്ന് സുധാകരനെ അനുകൂലിക്കുന്നവർ ഒരു ഭാഗത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കൃത്യമായ DCC പുനഃസംഘടന പോലും പൂർത്തിയാക്കാൻ കഴിയാതെ പല ജില്ലകളിലും പ്രവർത്തനം മന്ദീഭവിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് ദീപദാസ് മുൻഷി ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഊർജ്ജസ്വലമായ നേതൃത്വം അനിവാര്യമാണ് എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം അവസാനത്തോടെ സുധാകരനെ മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തു നിൽക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് ഓരോ ഘട്ടത്തിൽ സൗകര്യപ്രദമായ സമയത്ത് മാറ്റാമെന്ന നിലയിൽ ഹൈക്കമാൻഡ് കാത്തിരിക്കുകയായിരുന്നു. ഇനിയും വൈകിയാൽ അത് പിന്നീട് പുനഃസംഘടന കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് രാഹുൽ ഗാന്ധി തന്നെ വിഷയത്തിൽ ഇടപെടാൻ കാരണമായതും. രാഹുൽ ഗാന്ധി ഇടപെടുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് സുധാകരനെ ദില്ലിക്ക് വിളിപ്പിക്കുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. പകരം നേരത്തെ കണ്ടെത്തിയ ആന്റോ ആന്റണി, അത് വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് ആന്റോ ആന്റണി. അത് നിലവിലെ സജോ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. BJP സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ സ്വാധീനിക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നു. ക്രൈസ്തവ സഭകളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമം നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ അഭാവം, AK ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം, അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകളുമായി പഴയതുപോലെയുള്ള ഒരു ബന്ധം നിലവിൽ കോൺഗ്രസിന് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു ആത്മവിശ്വാസ കുറവ് കൂടിയാകാം ഒരുപക്ഷെ സഭകളുമായി ഏറെ അടുപ്പമുള്ള ആന്റോ ആന്റണി അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ആലോചനയ്ക്ക് വഴിയൊരുക്കിയതും. ഏതായാലും ഇതിൽ സജോ പറഞ്ഞതുപോലെ ഈ സഭാ നേതൃത്വമൊക്കെ പൂർണ്ണമായും ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം മുഴുവൻ വിലയിരുത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. പൊതുവെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി പാലിച്ച് തീരുമാനമെടുക്കും. നേരത്തെയൊക്കെ ഈഴവ സമുദായത്തെ ചേർത്തു നിർത്താൻ വേണ്ടി 2 വട്ടം, അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പിന്നീട് കെ സുധാകരൻ്റെ ഈഴവ സമുദായം, VM സുധീരൻ ഈഴവ സമുദായത്തിൽ നിന്നും നേതൃത്വത്തിലേക്ക് വന്നു. അങ്ങനെ ഓരോ സമുദായവുമായി ബന്ധപ്പെട്ട് ആ സമുദായത്തെ വാക്കുകൾ കേൾക്കുകയും അവർക്ക് അനുകൂലമായ നിലപാടൊക്കെ എടുക്കുന്ന ആളുകളെ, നേതാക്കളെയൊക്കെ പരിഗണിച്ച് അവർക്കൊപ്പമുണ്ടെന്ന് കൃത്യമായൊരു ഫീൽ ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം എപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരുന്നു. എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ച് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഒരു അഭാവം നികത്താൻ ആന്റോ ആന്റണിയെ പോലെയുള്ള ഒരു യുവനേതാവിന് കഴിയില്ലെങ്കിൽ പോലും
ആ ക്രൈസ്തവ സഭയ്ക്ക് കൂടി വിശ്വാസമുള്ള ഒരാളെ നേതൃപദവിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ആന്റോ ആന്റണി തെരഞ്ഞെടുക്കുന്നതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിർണായകമാണ് ആന്റോ ആന്റണിക്ക് പോലും. പുതിയ KPC അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കാരണം 2 പ്രധാന തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, രണ്ടിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം. വലിയ ഉത്തരവാദിത്തമാണ്. മാത്രവുമല്ല, ഇതുവരെ ഇല്ലാത്തതുപോലെ ദീപാദാസ് മുൻഷി ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയ ഒരു സാഹചര്യം വരെയുണ്ട്. അത് ഗൗരവം മനസ്സിലാക്കിയാണ് നിലവിലെ രാഷ്ട്രീയ നേരിട്ട് കഴിഞ്ഞ ജനുവരിയിൽ നേതാക്കളെ എല്ലാവരെയും കണ്ട്, അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൽ DCC അധ്യക്ഷന്മാരെ മാറ്റാതെ തരമില്ല എന്ന തരത്തിൽ നിൽക്കുന്ന ജില്ലാ ഘടകങ്ങൾ വരെയുണ്ട്. അപ്പോൾ അവയൊക്കെ ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ അഹമ്മദാബാദിൽ യോഗം ചേർന്നു, ന്യായബദ്ധ പ്രമേയം പാസാക്കി. എന്നാൽ എല്ലാ ഘടകങ്ങളെയും താഴെത്തട്ട് മുതൽ ഒന്ന് ഉണർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രീതി പോരാ എന്ന ഒരു വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡിനില്ലേ റോഷിമാൻ? സുജ, അങ്ങനെയുണ്ട്. കാരണം നമുക്ക് കുറച്ചു കാലമായി അറിയാം KPC അധ്യക്ഷനായ K. സുധാകരൻ കൃത്യമായി KPC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ എത്താൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കൃത്യമായി നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ല. ഒപ്പം UDF ചെയർമാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അത് പാർട്ടിയുടെ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ഇങ്ങനെ കുറേ ഘടകങ്ങൾ അത് AICC ഹൈക്കമാൻഡിൻ്റെയൊക്കെ വിലയിരുത്തലാണ്. മാത്രവുമല്ല, കോൺഗ്രസിനകത്ത് പ്രധാനപ്പെട്ട പല നേതാക്കളും KPC അധ്യക്ഷനെ വിമർശിക്കുന്നവർ ഉയർത്തുന്ന വാദങ്ങളുമാണ്. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസ് അതിശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന വാദമാണ് K. സുധാകരൻ പക്ഷം. പ്രത്യേകിച്ച് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നേതാവാണ് K. സുധാകരൻ എന്നടക്കമുള്ള സ്വാഭാവികമായി സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു വാദമുണ്ട് K. സുധാകരനൊപ്പം നിൽക്കുമ്പോൾ. നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, അതിനു മുമ്പ് MM ഹസനോ അല്ലെങ്കിൽ VM സുധീരനോ, അതിനു മുമ്പ് രമേശ് ചെന്നിത്തലയോ ഒക്കെ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ നേരിട്ട വിമർശനങ്ങൾ വ്യത്യസ്ത രീതിയിലായിരുന്നു. VM സുധീരൻ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുമായി തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഉടനെ VM സുധീരനെ മാറ്റുന്നു. പിന്നീട് MM ഹസന് ചുമതല തൽക്കാലത്തേക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ നേതാക്കൾ KPC അധ്യക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ ഇടയിൽ നമുക്കറിയാം തെന്നല ബാലകൃഷ്ണപിള്ള ഒരുപക്ഷേ പൊടുന്നനെ തെന്നല ബാലകൃഷ്ണപിള്ള പോലും അവസാന നിമിഷം പദവിയിൽ നിന്ന് മാറുന്നതിന് തൊട്ടു മുമ്പാണ് തന്നെ മാറ്റുന്നു എന്ന വിവരം അറിയുന്നത്. അതേപോലെ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവരൊക്കെ ഒടുവിലാണ് അറിയുന്നത്. പക്ഷേ K. സുധാകരൻ അങ്ങനെയല്ല. K. സുധാകരനെ അങ്ങനെ വളരെ പെട്ടെന്ന് മാറ്റിയാൽ അത് വലിയ തിരിച്ചടിയാകും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുധാകരനെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്. ആ നിലവിലെ സാഹചര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നു. ഇങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന സന്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് K. സുധാകരൻ നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഊർജ്ജസ്വലമായ നേതൃത്വം കേരളമാകെ ഓടി നടക്കണം. പാർട്ടിയെ പൂർണ്ണ